ബസ്സിൽ വെച്ച് വീഡിയോ ചിത്രീകരിച്ച് അപകീർത്തികരമായ രീതിയിൽ പ്രദർശിപ്പിച്ച് ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ യുവതി അറസ്റ്റിലായി. വടകര സ്വദേശിനി ഷിംജിത മുസ്തഫയാണ് പോലീസ് കസ്റ്റഡിയിലായത്. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി യു ദീപകിന്റെ ആത്മഹത്യയിലാണ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കേരള പോലീസ് ചുമത്തിയിരുന്നത്. ഒളിവിൽ കഴിയുന്നതിനിടെ വടകരയ്ക്ക് സമീപത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവർ കസ്റ്റഡിയിലായത്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നാരോപിച്ച് യുവതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഞായറാഴ്ച ദീപക് ജീവനൊടുക്കിയത്. യുവതി വീഡിയോയിലൂടെ തന്റെ മകനെ അപമാനിച്ചു എന്നും യുവതി മനഃപൂർവ്വം നടത്തിയ ക്രൂരവും അന്യായവുമായ പ്രവൃത്തിയാണ് മകന്റെ മരണത്തിനിടയാക്കിയത് എന്നുമാണ് ദീപകിന്റെ അമ്മയുടെ പരാതി. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്നുണ്ടായ മരണം. ഇത്തരം സംഭവങ്ങളിൽ എന്താണ് ശിക്ഷ എന്നത് നമുക്ക് മനസ്സിലാക്കാം. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് ഈ കുറ്റം. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിസ്സാരമായി കരുതുന്ന പലതും ആളുകളെ ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കും. അതിനൊടുവിലെത്തിയതാണ് ഗോവിന്ദാപുരം സ്വദേശി ദീപകിന്റെ മരണം. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ തെറ്റായ സാമൂഹിക മാധ്യമ ഇടപെടലുകളെ ചെറുക്കാൻ നിയമമുണ്ട്. ഭാരതീയ നീതിന്യായ സംഹിത, IT നിയമം എന്നിവ പ്രകാരമാണ് കേസുകൾ എടുക്കുക. കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയാൽ തടവും പിഴയും അടക്കം ശിക്ഷയുണ്ടാവും. സുപ്രീം കോടതിയും സാമൂഹിക മാധ്യമ ഇടപെടലുകളിൽ കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാകണം എന്നാണ് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും IT നിയമത്തിലെ വകുപ്പ് 66E പ്രകാരം 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഉണ്ടാവുക. അപകീർത്തികരമായ തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നത് BNS വകുപ്പ് 356 പ്രകാരം 2 വർഷം തടവും പിഴയും ഉണ്ടാവും. ഒരാളുടെ മരണത്തിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള വീഡിയോ കാരണമായി എങ്കിൽ BNS 108, 109 പ്രകാരം പ്രതി ചേർക്കപ്പെടാം. 10 വർഷം വരെ തടവ്. സർക്കാരിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന എല്ലാ പ്രതികരണങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരുന്നു എന്നതാണ് റിപ്പോർട്ട്. വ്യക്തികൾക്കെതിരെ പരാതി നൽകിയാൽ അവയും പരിശോധിക്കും. പരാതികൾ നേരിട്ടോ സൈബർ ക്രൈം പോർട്ടൽ വഴിയോ നൽകാം. ചിലപ്പോൾ നാം അറിയാതെ ഷെയർ ചെയ്യുന്ന കണ്ടന്റുകൾ പോലും വലിയ കുറ്റമാകാം. ഇവിടെ അറിവില്ലായ്മ തെളിയിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ശ്രദ്ധാപൂർവകമായിരിക്കണം ഓരോ ഇടപെടലും എന്നാണ് സൈബർ പോലീസിന്റെ മുന്നറിയിപ്പ്.